പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലയാളത്തിലെ മികച്ച ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അഷിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അഷിൻ, 80കളുടെ ഏറ്റവും മനോഹരമായ പല ചിത്രങ്ങളുടെയും നിർമ്മാതാവായിരുന്നു അദ്ദേഹം. ഒരു നിർമ്മാതാവ് എന്നതിലുപരി ചലച്ചിത്ര മേഖലയെ അത്രയേറെ സ്നേഹിച്ച ഒരാൾ കൂടിയായിരുന്നു വിടവാങ്ങുന്നത്. എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ. ശ്രുതി, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു അന്ത്യം. അദ്ദേഹം വിവിധ മേഖലകളിൽ വളരെ പ്രശസ്തനായൊരു വ്യക്തിയായിരുന്നു. മുൻ ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. ഏറെ നാളായി കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്നു. ഇന്ന് രോഗം മൂർച്ഛിച്ചതോടെ ഉച്ചയ്ക്ക് 12:55-നും 1 മണിക്കും ഇടയിലായിരുന്നു അന്ത്യം. തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. സംസ്കാരം നാളെ എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങളിൽ പലതിൻ്റെയും നിർമ്മാണം ഗാന്ധിമതി ബാലനായിരുന്നു. ബാലചന്ദ്രൻ മേനോൻ സംവിധാനം ചെയ്ത ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന സിനിമയിലൂടെ നിർമ്മാണ രംഗത്തെത്തിയ ഗാന്ധിമതി പിന്നീട് ആദാമിൻ്റെ വാരിയല്, പഞ്ചവടിപ്പാലം, മൂന്നാം പക്കം, തൂവാനത്തുമ്പികൾ, സുഖമോദേവി, മാളൂട്ടി, നൊമ്പരത്തിപ്പൂവ് തുടങ്ങി 30-ൽ പരം സിനിമകളുടെ നിർമ്മാണവും വിതരണവും നടത്തിയിട്ടുണ്ട്. സ്ഫടികം, കിലുക്കം എന്നിവയുടെ നിർമ്മാണ ചുമതലകൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം തിരുവനന്തപുരത്തെ ധന്യ രമ്യ തിയേറ്ററിൻ്റെ ഉടമ കൂടിയായിരുന്നു. ബാലൻ്റെ അമ്മയ്ക്ക് മഹാത്മാഗാന്ധി നൽകിയ പേരായിരുന്നു ഗാന്ധിമതി എന്നത്. പിന്നീട് അമ്മയുടെ പേര് സ്വന്തം പേരിന് മുന്നിൽ ചേർക്കുകയായിരുന്നു. ഈ മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ബാലൻ അമ്മ ഷോ എന്ന നിരവധി താരനിശകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2015 നാഷണൽ ഗെയിംസ് ചീഫ് ഓർഗനൈസർ കൂടി അദ്ദേഹം. ഈ അനശ്വര സംവിധായകൻ പത്മരാജനൊപ്പം നിരവധി ഈ പത്മരാജന്റെ മരണത്തോടു കൂടി മെല്ലെ സിനിമയിൽ നിന്ന് അകലുകയായിരുന്നു. പ്ലാന്റേഷൻ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലും അദ്ദേഹം സജീവമായിരുന്നു. നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കിംസ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റും. പിന്നീടാണ് നാളെയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ശ്രുതി. അശ്വിൻ, സിനിമാ മേഖലയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? എവിടെ നിന്ന് എപ്പോഴായിരിക്കും കൊണ്ടുപോകുക എന്നടക്കമുള്ള കാര്യങ്ങൾ? നിലവിൽ മൃതദേഹം ഇവിടെ കിംസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ അധികം ആളുകളും ഒന്നും എത്തിയിട്ടില്ല. വസതിയിലേക്കായിരിക്കും ആളുകൾ എത്താൻ സാധ്യത. സിനിമാ രംഗത്തു നിന്നുള്ള പ്രമുഖരടക്കം അദ്ദേഹത്തിൻ്റെ വസതിയിൽ, വഴുതക്കാടുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മോർച്ചറിയിലേക്ക് മാറ്റിയ ശേഷം മൃതദേഹം നാളെയാകും അദ്ദേഹത്തിൻ്റെ വസതിയായ വഴുതക്കാടുള്ള ഫ്ലാറ്റിലേക്ക് മാറ്റുക. അവിടെയാകും സിനിമാ രംഗത്തു നിന്നുള്ള പ്രമുഖരടക്കം അന്തിമോപചാരം അർപ്പിക്കാനെത്തുക. ശേഷം നാളെ വൈകിട്ടോടു കൂടിയാകും ഇദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ, സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും മൃതദേഹം കിംസ് ആശുപത്രിയിലെ സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നീട് മോർച്ചറിയിലേക്ക് മാറ്റും. ശരി. പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 66 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. മലയാളത്തിലെ മികച്ച ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവ് കൂടിയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് അഷിൻ ഡിയാഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.